ജനീഷ് കുമാർ MLA വനം വകുപ്പിന്റെ ഓഫീസിൽ കയറി പ്രതിയെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ജനങ്ങളുടെ കാര്യം ചോദിക്കാനായിട്ട് ഒരു ഓഫീസിലും കയറാൻ പാടില്ല എന്നാണോ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്? ഇയാൾ ഏത് കേസിൽ പ്രതിയാണ് എന്ന് MLA ചോദിച്ചതിന് മറുപടി പറയുവാൻ ഇതുവരെ ഇവന്മാർക്ക് സാധിച്ചിട്ടില്ല. അയാളെ ചോദ്യം ചെയ്ത് ഒരു കേസ് അയാളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കാനുള്ള നീക്കമാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് MLA പൊളിച്ചടുക്കിയത്. വനം വകുപ്പിന് വനത്തിന്റെ ഉള്ളിൽ മാത്രമേ അധികാരമുള്ളൂ എന്നും പുറത്തെന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ കേസെടുക്കേണ്ടത് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ് എന്നുമുള്ള MLAയുടെ വാദം സത്യസന്ധമായതുകൊണ്ടാണ് അയാളുടെ കൂടെ പ്രതി എന്ന് ആരോപിക്കപ്പെട്ടയാളെ ഇറക്കിവിടേണ്ടി വന്നത്. സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പൗരന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന കാട്ടുനീതിയാണ് വനം വകുപ്പ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. MLA ഉച്ചത്തിൽ സംസാരിച്ചു എന്നതാണ് മറ്റൊരു പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് സംസാരിക്കണമായിരുന്നോ? MLA-മാർക്ക് കാര്യങ്ങളിൽ എന്താണ് കാര്യം എന്ന് ചില മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. എങ്കിൽ അതിനുള്ള മറുപടി MLA-മാരുടെ പണി തന്നെയാണ് ഇത് എന്നുള്ളതാണ്. തന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെ അനധികൃതമായി പോലീസോ എക്സൈസോ മറ്റോ ഏതെങ്കിലും വകുപ്പ് കസ്റ്റഡിയിലെടുത്താൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികൾ അത് ചെന്ന് ചോദിക്കും. ആർജവമുള്ള ജനപ്രതിനിധികളുടെ ലക്ഷണമാണത്. ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികളുടെ കാര്യമല്ല ഈ പറയുന്നത്. വന നിയമം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു വന്യജീവി സംരക്ഷണവും ഇവിടെ വേണ്ട. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം കഴിഞ്ഞിട്ട് മൃഗാധിപത്യം ആരംഭിച്ചാൽ മതി. വന നിയമവും വനസംരക്ഷണ നിയമവും ജണ്ടയ്ക്ക് ഉള്ളിൽ മാത്രം മതി. ഇനി ജണ്ടയ്ക്ക് പുറത്തിറങ്ങിയാലോ തെരുവ് നായ്ക്കളെ പേടിച്ചിട്ട് ജനത്തിന് നടക്കാൻ മേല. അവിടെയും ഒരു മൃഗസ്നേഹികളുടെ മേൽക്കുപ്പായം അണിഞ്ഞ കുറെ ഏമാന്മാർ. കോന്നി MLA നടത്തിയത് ഒരു ജനപ്രതിനിധിയുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. കേരളത്തിലെ മറ്റ് 139 MLA-മാരും തെരഞ്ഞെടുക്കപ്പെട്ട 20 MP-മാരും രാജ്യസഭാംഗങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. അല്ലാത്ത പക്ഷം ഈ കാടന്മാർ നാളെ നിങ്ങളുടെ നേരെ ആവാം വിരൽ ചൂണ്ടുന്നത്. കീഴുദ്യോഗസ്ഥന്മാരെ നേരെ ചൊവ്വെ നടത്താൻ അറിയാൻ പാടില്ലെങ്കിൽ മന്ത്രി രാജിവെച്ചിട്ട് വീട്ടിൽ പോകണം. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അറിയാവുന്ന കൊള്ളാവുന്ന ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. വിദേശ NGO-കളുടെ ബ്ലാക്ക് ഫണ്ട് വനം വകുപ്പിന്റെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ പറന്നു നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പൊതുജനത്തിന്റെ മുകളിലുള്ള ഈ കുതിരകയറ്റം. ഇത് വെച്ചു പൊറപ്പിക്കാവുന്ന കാര്യമല്ല. വനത്തിന് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വനം വകുപ്പിന് പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിന് നൽകണം. വനം വകുപ്പിന് വെറും ഒരു പരാതിക്കാരന്റെ റോള് മാത്രമേ വനത്തിന് പുറത്തുള്ളൂ. വനത്തിനകത്ത് വനവിഭവങ്ങളുടെ കൊള്ളയും മൃഗങ്ങളോടുള്ള ഉപദ്രവത്തിനും വനഭൂമി കയ്യേറ്റത്തിനും മാത്രമാണ് വനം വകുപ്പിന് അധികാരമുള്ളത്. അത് ലംഘിക്കാൻ ഇവിടെ ആരും അനുവാദം തന്നിട്ടില്ല. ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് ഭാവിച്ച് പോലീസിന്റെ അധികാരം കവർന്നെടുത്ത് ഇവർ നടത്തുന്ന നരനായാട്ടുകളെ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് എന്താണ് എന്നാണ് ഇവിടുത്തെ സാധാരണ ജനത്തിന് മനസ്സിലാവാത്തത്. പോലീസുകാർ ഇനിയെങ്കിലും 1972 വനം വന്യജീവി സംരക്ഷണ നിയമം എടുത്ത് വായിച്ചു നോക്കണം. സ്വജീവനോ സ്വത്തോ സംരക്ഷിക്കുവാൻ വനത്തിന് പുറത്തിറങ്ങി വരുന്ന മൃഗങ്ങളെ കൊല്ലുവാനുള്ള അധികാരം അതിൽ സാധാരണ ജനത്തിന് പോലും നൽകുന്നുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. ഈ ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ്. സർക്കാർ ഖജനാവിലെ പണം ജനങ്ങളുടേതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കൂലി വേലക്കാരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. അവർ യജമാനന്മാരുടെ തലയ്ക്ക് തന്നെ അടി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നാണമില്ലേ? ജനപ്രതിനിധികൾക്ക് ഒരു ഉളുപ്പുമില്ലേ? കോന്നി MLA-യെ ന്യായീകരിച്ച് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയെയും കണ്ടില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും ചുമതലയാണ്. ഇവനൊക്കെ നാളെ നിങ്ങളുടെ തലയിലായിരിക്കും കയറിയിരുന്ന് നിരങ്ങുന്നത്. ഫോറസ്റ്റ് ഓഫീസിൽ MLA ന്യായം പറഞ്ഞു നിൽക്കുമ്പോൾ പുറത്ത് ഒരു സാധാരണ കർഷകൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം വിലപിടിച്ചതാണ്. ഓരോ ദിവസവും രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് പാത്രത്തിൽ കൈവയ്ക്കുമ്പോൾ അത് നമ്മുടെ മുൻപിൽ എത്തിച്ചു തന്ന കർഷകനെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഏതായാലും കോന്നിയിലെ മുഴുവൻ ജനങ്ങൾക്കും MLA-യുടെ കൂടെ നിന്നതിന് അഭിനന്ദനങ്ങൾ.